ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എന്തായാലേ എപ്പോഴും ഈ പറയുന്ന ഡയലോഗ് നിങ്ങൾക്കിത് കേട്ടിട്ട് ബോറടിച്ചിട്ടുണ്ടാവില്ല. നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ എന്നാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താ പിന്നെ ഞാനൊരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇരുന്ന് ആലോചിച്ചു കേട്ടോ, എങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്യുക, സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് ഇൻട്രോ കൊടുക്കുക എന്നൊക്കെ ഞാൻ ഒരുപാട് ഇരുന്ന് ആലോചിച്ചു. പക്ഷേ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. എന്താ കാരണം, എനിക്ക് ഞാനാവാനേ പറ്റുള്ളൂ. എൻ്റെ വോയിസ് എങ്ങനെയാണ്, ഞാൻ എങ്ങനെ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ മറ്റുള്ളവരെ കണ്ടിട്ട് അവരങ്ങനെ പറയുന്നുണ്ടെന്ന് വെച്ച് നമുക്കത് ട്രൈ ചെയ്താലും നമുക്ക് നടക്കില്ല. നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടോ നമുക്ക് ആവാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യണം. ഇപ്പോൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് ഒരുപാട് ഡൗട്ടുകളും സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഡൗട്ടും സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും മിസ്റ്റേക്ക് ഇല്ല എന്നല്ല പറയണത്. അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോഴുള്ള ഒരു മിസ്റ്റേക്ക് ഞാനിപ്പോൾ ഒരുപാടൊക്കെ ഒഴിവാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ അതിലെന്തെങ്കിലും നെഗറ്റീവോ എന്താ പറയുക, ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ എന്തായാലും സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇപ്പോൾ ബെറ്റർ ആക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിലത്തെ ഓരോ മിസ്റ്റേക്കുകളും അങ്ങനെ ചെയ്താൽ നന്നാവും, ഇങ്ങനെ പറയരുത്, അങ്ങനെയൊക്കെ ഏട്ടനാണ് കേട്ടോ പറഞ്ഞു തരാറുള്ളത്. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അടുത്ത വ്യൂസിൻ്റെ ഏട്ടനായിരിക്കും കേട്ടോ. പിന്നെ ഇതാ എന്നത്തെയും പോലെ തന്നെ രാവിലെ ചെറിയ കുക്കിങ്ങിലാണ്. രാവിലെ ഇഡ്ഡലിയും ചട്നിയൊക്കെ ഉണ്ടാക്കി. ഇഡ്ഡലി മീൻകറി ആയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇരുമ്പാമ്പുളിയും പരിപ്പ് ഇട്ടിട്ട് ഉച്ചയ്ക്കുള്ള കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞ് പാത്രത്തിൻ്റെ ഭംഗി കണ്ടിട്ട് ആരും കമൻറ്റ് ചെയ്യാൻ വരണ്ട കേട്ടോ. ഇതൊക്കെ ഈ പാത്രം എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറുക്ക് തന്നിരുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ ആ കാലത്തൊക്കെ ചിലപ്പോൾ അടുപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിൻ്റെ കളർ ഇങ്ങനെ. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് ഈ പാത്രം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വർഷമായിട്ടുണ്ട്, 26-27 വർഷമായിട്ടുണ്ട് കേട്ടോ ഈ പാത്രം ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കളറല്ല നമ്മളിപ്പോൾ അങ്ങനെ കഴുകാനിട്ടോ അങ്ങനെയുള്ളൊരു കളറല്ല കേട്ടോ അത്. പിന്നെ ഇതാ ഇരുമ്പാമ്പുളി കൂട്ടാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടികളും കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞു. പിന്നെ ചോറും കൂട്ടാനും അതിൻ്റെ ഇടയിൽ ഞാൻ ഉണക്കലൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റയ്ക്കും സനുവിനൊക്കെ രാവിലെ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. എന്താണെന്നറിയില്ല, നമ്മുടെ കണ്ണാടി ആകെ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ അതെന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഇവിടെ അമ്മ അത് തുണി കൊണ്ട് വെള്ളം മുക്കിയിട്ട് തുടച്ചതായിരുന്നു. പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, കണ്ണാടി പോയി നോക്കിയപ്പോൾ മുഖമൊന്നും കാണാനില്ല. അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ തുണി വെച്ചിട്ട് തുടച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിതിന് മുന്നോട്ട് ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ന്യൂസ് പേപ്പർ കൊണ്ട് തുടച്ച കണ്ണാടി ക്ലീൻ ആവും. അപ്പോൾ ഞാൻ അമ്മ അടുത്ത് നമ്മളിപ്പോൾ വലിയവരോ ചെറിയവരോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനോട് എനിക്ക് തെറ്റില്ല എന്നാട്ടോ തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ അമ്മടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ തുണി കൊണ്ട് ഇങ്ങനെ വെള്ളം മുക്കിയിട്ട് തുടയ്ക്കാൻ പറ്റില്ല, അത് കണ്ണാടി ആകെ ബ്ലറായിട്ടാണ് കാണുക, ഇങ്ങനെ ന്യൂസ് പേപ്പർ കൊണ്ട് തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതാ കണ്ണാടിയൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാറ്റിയും വന്നിട്ട് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് തുടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ നമ്മുടെ പണികളൊക്കെ തീർന്നു, അപ്പോൾ എന്തായാലും റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. റൂം ആകെ അലങ്കോലമായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇവർ അതൊന്നും വലിച്ചിട്ടിട്ട് പതുപ്പോഴും എല്ലാം വലിച്ചിതാക്കിയിട്ടൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ അതാ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ ചെറിയൊരു മാറാല കണ്ടിട്ടുണ്ട്. അപ്പോൾ മാറാലൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എന്നും പഠിച്ചു വരി തുടയ്ക്കുമ്പോഴൊന്നും എന്നും മാറാലൊന്നും തട്ടില്ല കേട്ടോ. എന്താ ഇപ്പോൾ പേരിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ യൂട്യൂബ് ചാനലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്നും മാറാല തട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാറാല തട്ടാറുണ്ട്. പിന്നെ അതാ ഈ ഫോട്ടോ ശരിക്കും ഞങ്ങളുടെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് അമ്മായിയുടെ വീട്ടിലേക്ക് വിരുന്ന് പോയപ്പോൾ അവിടുന്ന് ഞങ്ങൾ, എനിക്ക് സ്ഥലം ഓർമ്മയില്ല, നമ്മളിവിടെ കട്ടിൽമാടം ഏതൊരു ബീച്ച് അല്ല പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ ഫോട്ടോ വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഫോട്ടോ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇവിടെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നീ ഒന്ന് ഇരുന്ന ഫോട്ടോ നമ്മുടെ മുഖം അവർ വരച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വരപ്പിച്ചതാണ് കേട്ടോ. അത് 6 വർഷത്തോളമായിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴും അതങ്ങനെ ഒട്ടിച്ച് വെച്ച് കയ്യിൽ എന്തൊക്കെ ഏട്ടൻ കുറുക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതിലും ഈ പൊന്നൂസിനൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ മുന്നേ ഓരോരോ കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴായിട്ട് നമുക്ക് മുന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. അതിപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ ആവണം തന്നെ ഇല്ല. അതിപ്പോൾ എന്തായാൽ പോലും ഒരു ജസ്റ്റ് ഇത് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളൊരു തുണി തന്നു, ഒരു ജസ്റ്റ് ഡ്രസ്സോ, പക്ഷെ അത് നമുക്കതൊരു ഓർമ്മയായിരിക്കും. ചിലപ്പോൾ അത് കളയാൻ പറ്റാത്ത അത്രയും വിലപിടിപ്പുള്ളതായിരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന നിമിഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ചിലപ്പോൾ പക്ഷെ നമുക്ക് പഴയ കാര്യങ്ങളായിരിക്കും നമ്മളെ ദുഃഖത്തിലും വിഷമത്തിലേക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ സനുവിനെയും കുഞ്ഞാറ്റിനെയൊക്കെ പുറത്ത് നിർത്തിയിട്ട് വാതിലടച്ചിട്ടാണ് കേട്ടോ ഈ പണികളൊക്കെ ചെയ്യുന്നത്. അവിടെ അമ്മയുടെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ പണികളും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ പുതപ്പ് വിരിക്കാനോ അവിടെ അടിച്ചു വരാനോ ഒന്നിനും കുഞ്ഞാറ്റ് സമ്മതിക്കില്ല. സനു പിന്നെ ഒതുങ്ങിയിരിക്കുമെങ്കിലും കുഞ്ഞാറ്റിൻ അവളുടെ കൂടെ വരുന്നത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഏട്ടൻ്റെ ഷർട്ടുകളൊക്കെ ഞാനിതപ്പോൾ 2 ദിവസമായിട്ടുള്ളൂട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആകെ വീണ് കിടക്കുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇങ്ങനെ മഴക്കാലമൊക്കെ ആയപ്പോൾ നമ്മുടെ എല്ലാ തുണികളും ഒരു ഈർപ്പം പോലെയാണ്. അപ്പോൾ നമ്മൾ വെയിൽ കാണുമ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറാണ് കേട്ടോ. റൂമിൽ തന്നെയാണ് ബാത്റൂം ഉള്ളത്. പിന്നെ ഇപ്പോൾ ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാത്റൂമൊക്കെ കഴുകി വൃത്തിയാക്കാൻ. ഇതേ കണ്ടില്ലേ, റൂമിൽ ആകെ സനുവിൻ്റെ കുത്തിവരെയാണ്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അവളെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയതിന് മുന്നേ തന്നെ എന്തൊക്കെയോ ഓരോന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടതൊക്കെ. ഇപ്പോഴും അങ്ങനെ കുത്തിവരയ്ക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. എന്താ കരിയെ കിട്ടിയെങ്കിൽ കരിയും കൊണ്ട് വരയ്ക്കും. അവളുടെ കയ്യിലുള്ള പെൻസിലോ സ്കെച്ചോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് പുസ്തകത്തിലോ അതുപോലെ സ്ലേറ്റിലൊക്കെ എഴുതാനേ മടിയുള്ളൂ. പക്ഷെ വീട്ടിൻ്റെ 4 പുറം കുത്തി വരയ്ക്കാൻ അവൾക്ക് ഒരു മടിയില്ല കേട്ടോ. എന്തൊരു ഉത്സാഹമാണെന്ന് പറയാ. പിന്നെന്താ, എനിക്കെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള പണികളാണ് അടുക്കളപ്പണി. അതുപോലെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. നമുക്ക് ഇതൊക്കെ വെറുപ്പ് പിടിച്ചൊരു സംഭവം തന്നെയാണ്. ഏട്ടുള്ളപ്പോഴാണ് കേട്ടോ എനിക്കിതൊക്കെ ചെയ്തു തരാറില്ല. ഏട്ടനൊക്കെ ശരിക്കും ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഷർട്ടൊക്കെ മടക്കി വയ്ക്കുമ്പോൾ എനിക്ക് ഏട്ടനൊക്കെ നല്ല മിസ്സിങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് പറയാലോ, നമ്മളിപ്പോൾ എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. കുറച്ചൊന്നും കഴിയണ്ട, ജസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇത് ആകെ വലിച്ചു വാരിയിട്ട അവസ്ഥയിലാവും കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റിയ സാധനം ഒന്ന് ഇതിൻ്റെ മുകളിൽ കയറിയാൽ മതി. ഞാനിത് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സനു എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് വാതിൽ തുറക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വാതിലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തുറന്ന എന്താ അവസ്ഥ എന്ന് ഞങ്ങളിത് പറഞ്ഞല്ലോ. വൃത്തിയായി കിടക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഇതേ സംഭവം തന്നെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞിട്ട് വൃത്തികേടായി കിടക്കുന്ന കണ്ടാൽ എനിക്ക് സത്യം തന്നെ ഭ്രാന്ത് വരും കേട്ടോ. നിങ്ങൾക്കോ? എനിക്ക് എന്താ പറയുക, ഞാൻ എന്തൊക്കെയാണ് പറയുക എനിക്കൊന്നും അറിയില്ല. ഞാൻ കുട്ടികളേനായാൽ പോലും ഞാൻ ചീത്ത പറയും കേട്ടോ. നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടാവും. ചിലപ്പോൾ ഓരോരോ തിരക്കിനിടയിലൊക്കെ ആവട്ടെ ഒന്ന് നീറ്റാക്കി ഇടുക. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ഇവർ വന്നിട്ട് ആകെ വൃത്തികേടാക്കുമ്പോൾ ആർക്കായാലും ഒന്ന് ദേഷ്യം വരും കേട്ടോ. എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. ചിലവർ നല്ല ദേഷ്യമൊന്നും ഇല്ലാത്ത ശാന്തമായ സ്വഭാവക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതിപ്പോൾ പിള്ളേരായാലും വലിയവർ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചില സമയത്ത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യമൊക്കെയാണ് വരാറുള്ളത്. പിന്നെ ഞാനിവിടെ വലിയ കാര്യമായിട്ട് തിരയണത് എന്താണെന്ന് ചോദിച്ചാൽ തലയണ കവറാണ്. ഞാൻ 2 3 തലയണ കവറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊരാവശ്യത്തിന് ഒരു സാധനം തിരഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതിപ്പോൾ ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ട് നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാനോ ഒന്നും കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതേ അവസ്ഥയാണ് കേട്ടോ എൻ്റെയും. ഞാൻ തന്നെ ആയിരിക്കും ഒക്കെ ഒതുക്കി വെക്കുക. പക്ഷേ ഞാനത് തിരയാൻ നോക്കുമ്പോൾ എനിക്കൊരു സാധനം ആവശ്യമുണ്ടെങ്കിൽ ആ സാധനം എനിക്ക് കാണാനേ പറ്റില്ല കേട്ടോ. അത് എത്ര തൊട്ട് കൺമുന്നിലുണ്ടെങ്കിലും നമുക്ക് ആ സാധനം കിട്ടില്ല. ഈ തലയണ കവർ തിരയാൻ തന്നെ എനിക്കൊരു 1/2 മണിക്കൂറോളം പോയിട്ടുണ്ട്. ഒരുപാട് എല്ലായിടത്തും വീട് മൊത്തം ഞാൻ തലയണ കവർ തിരഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ.
അവസാനം എന്തേ തിരഞ്ഞിട്ട് തലയണ കവറൊക്കെ കിട്ടി. ഞാനിതാ നമ്മുടെ ഈ കിടക്ക കവറിൻ്റെ ഒപ്പം തന്നെ അടിച്ചു വെച്ച തലയണ കവറാണ് കേട്ടോ. 2 തലയണ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഏട്ടൻ ഇവിടെ പൊള്ളാച്ചിക്ക് പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് മാത്രം ഉള്ളത് ഇവിടെ. ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഏട്ടനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തലയണയുള്ളൂ, വരുമ്പോൾ തലയണ കൊണ്ടുവന്നോ അല്ലെങ്കിൽ തലയണ കെടുക്കണ്ടാവില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ മെഷീൻ ഉണ്ടെങ്കിലും എനിക്ക് എത്ര ദിവസം കിട്ടിയാലും ഇവിടെ വീട്ടിലെ അമ്മയൊക്കെ ജസ്റ്റ് ഒരു തലയണ കവർ അടിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സാരി എല്ലാം തന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് 10 ദിവസമായാലും അടിച്ചു കൊടുക്കില്ല. എന്നിട്ട് അമ്മ പറയുന്നൊരു ഡയലോഗാണ്, എന്താ വീട്ടിൽ മെഷീൻ ഉണ്ടായിട്ട് നിനക്കൊന്നും അടിക്കാൻ സമയമില്ല അല്ലേ സാന്തു എന്ന് പറയും കേട്ടോ. വേറെ എവിടെയെങ്കിലും കൊടുത്താൽ മതിയെന്ന്, അവരാണെങ്കിൽ വേഗം അടിച്ചു തരും. ഇതിപ്പോൾ വീട്ടിൽ മെഷീൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തന്നത്. അങ്ങനെയൊക്കെ ഓരോന്ന് പറയട്ടെ. സത്യമാണ്, ഇവിടെ മെഷീൻ എനിക്ക് വല്ലാണ്ടൊന്നും അടിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ പിള്ളേർക്കുള്ള ചെറിയ ചെറിയ ഷേപ്പാക്കലും ഷിമ്മി അടിക്കലും അങ്ങനെ കുഞ്ഞു സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യും. പക്ഷെ അത് അടിക്കണമെങ്കിൽ എനിക്ക് തോന്നണം, ചിലപ്പോൾ അടിച്ച് അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചിലപ്പോൾ 10-15 വേണമെങ്കിൽ അടിക്കും. അതുപോലെ എന്തെങ്കിലും ഷേപ്പാക്കാണ്ടെങ്കിൽ ആക്കും. അതെനിക്ക് ചില സമയത്ത് തോന്നണം. അങ്ങനെ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിയാറായിട്ടുണ്ട്. എന്താ പറയുക, നമ്മളൊരു പണി ചെയ്യാൻ തുടങ്ങി നമുക്ക് സമയം പോണത് അറിയില്ല. ഇപ്പോൾ അതാ ഒരു 12 മണിയോളം അടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ ശരിക്കും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, തികച്ച് 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും. എന്തിനാ 1 മണിക്കൂർ എന്നൊക്കെ. ചിലർക്ക് 15 മിനിറ്റൊക്കെ മതിയായിരിക്കാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പല പണികളും ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കലും അതുപോലെ അവരെ കുളിപ്പിക്കൽ, അങ്ങനെ ഓരോരോ പണികൾ ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. എന്നെപ്പോലെ ഒരു പണി ചെയ്യണതിൻ്റെ ഇടയിൽ എന്നെ പല പണികളും ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഏട്ടൻ പറയാറുണ്ട് കേട്ടോ, നീ ഒരു പണി ഫുള്ളായിട്ട് തീർത്തിട്ട് മതി അടുത്ത പണിയിലേക്ക് കടക്കുക, അല്ലാതെ ഒന്നും നടക്കില്ല, ഇത് പല പണികൾ അങ്ങനെ ചെയ്യണ്ടെന്ന് പറയാറുണ്ട് കേട്ടോ. ആഹാ, ഇതേ കണ്ടില്ലേ, ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ഇത്രയും വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ എന്താ കാര്യം ഉണ്ടായത്? നമ്മുടെ കുഞ്ഞാറ്റതൊക്കെ വന്നിട്ട് വൃത്തികേടാക്കണോ? ഇതന്നെയാണ് എന്നും അവസ്ഥ. അതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തീരെ ആക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്താ വിചാരിക്കുക, പറ്റണ ടൈമിൽ വൃത്തിയാക്കും. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രാന്ത് വരും. അപ്പം ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ കുഞ്ഞാറ്റൊക്കെ അറിയണതാണ് കേട്ടോ കാണണേ. അങ്ങനെ ഫുള്ള് പണികളും കഴിഞ്ഞു. ഉച്ച ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് സനുവിനൊക്കെ ഞാൻ പൊടിയരിക്കഞ്ഞി, ഇവിടെ അയില വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് കഞ്ഞിയൊക്കെ കൊടുത്തു. സനു ഇതേ അതിൻ്റെ ഇടയിൽ കൂടെ പല്ല് നുഴയണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ആടിൻ്റെ ശബ്ദം കേൾക്കണോല്ലേ. എന്തൊക്കെ പണിയുടെ ഇടയിലാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ കാര്യം മറക്കാറില്ല കേട്ടോ. ഞാനിതപ്പോൾ ഇങ്ങനെ 2 ലിറ്ററോളം കുപ്പി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അമ്മയും സനുവും കൂടിയിട്ട് അമൃതം പൊടി വാങ്ങാൻ നഴ്സറിയിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ അത് അമൃതം പൊടിയൊക്കെ വീട്ടിലേക്ക് വാങ്ങി വന്ന് നമുക്കൊരു മാസം 6 പാക്കറ്റാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8:30-9 ടു ഒരു 12:30 വരെയുള്ള ഒരു റുട്ടീനാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ. ടാറ്റാ, ബൈ.